നിങ്ങൾ ChatGPT-യിൽ 20 മുതൽ 50 ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ അതിലെ സെർവറുകൾ തണുപ്പിക്കാൻ ചിലവാകുന്നത് 500 മില്ലി ലിറ്റർ ശുദ്ധജലമാണെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് വിശ്വസിക്കാനാകുമോ? AI വിപ്ലവത്തെ നമ്മൾ ആഘോഷിക്കുകയാണ്. പരിസ്ഥിതിയെ എന്നാൽ ആഘാതപ്പെടുത്തുന്ന ഒരു സാമൂഹിക പ്രശ്നത്തെ അല്ലെങ്കിൽ പാരിസ്ഥിതിക പ്രശ്നത്തെ നമ്മൾ അവഗണിക്കുകയാണോ എന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്നു. മെറ്റ, റിലയൻസ് തുടങ്ങിയ വമ്പൻ ടെക് കമ്പനികൾ ഇന്ത്യയിൽ വലിയ AI ഡേറ്റാ സെന്ററുകൾ നിർമ്മിക്കുകയാണ്. എന്നാൽ 60 കോടി ജനങ്ങൾ രൂക്ഷമായ കുടിവെള്ളക്ഷാമം നേരിടുന്ന നമ്മളെ പോലൊരു രാജ്യത്ത് പാശ്ചാത്യ AI മോഡലുകളെ പരിശീലിപ്പിക്കാൻ നമ്മൾ നമ്മളുടെ കുടിവെള്ളം ബലി കഴിക്കുകയാണോ? ഇന്ത്യ നേരിടാൻ പോകുന്ന ഏറ്റവും വലിയ ഒരു ജലപ്രതിസന്ധിയെക്കുറിച്ചുള്ള സമഗ്രമായ ഒരു അന്വേഷണമാണിത്. സ്വാഗതം. ഇന്ത്യയിലെ ഡേറ്റാ സെന്റർ വ്യവസായം വലിയൊരു കുതിച്ചുചാട്ടത്തിലാണ്. കൗൺസിൽ ഓൺ എനർജി, എൻവിയോൺമെന്റ്, വാട്ടർ സിസ്റ്റമിക് എന്നിവർ പുറത്തുവിട്ട 2026 ഏറ്റവും പുതിയ റിപ്പോർട്ടുകൾ പ്രകാരം കഴിഞ്ഞ വർഷം ഇന്ത്യയിലെ ഡേറ്റാ സെന്ററുകൾ ഉപയോഗിച്ചത് ഏകദേശം 15,000 കോടി അഥവാ 150 ബില്യൺ ലിറ്റർ വെള്ളമാണ്. 2030 ആകുമ്പോഴേക്കും ഇത് ഇരട്ടിയിലധികമായി ഏകദേശം 35,800 കോടി ലിറ്ററായി മാറുമെന്നാണ് പറയുന്നത്. എന്നിരുന്നാലും ഈ വളർച്ചയ്ക്ക് നാം വലിയൊരു വില നൽകേണ്ടതുണ്ട്. ഇതിന്റെ ഒരു വ്യാപ്തി മനസ്സിലാക്കാൻ ഞാൻ നിങ്ങൾക്ക് ഒരു കണക്ക് പറയാം. 100 മെഗാവാട്ട് ശേഷിയുള്ള ഒരു ഹൈപ്പർ സ്കെയിൽ ഡേറ്റാ സെന്ററിന് അതിന്റെ സെർവറുകൾ തണുപ്പിക്കാൻ മാത്രം ഒരു ദിവസം വേണ്ടി വരുന്നത് 20 ലക്ഷം ലിറ്റർ വെള്ളമാണ്. ഇവിടെയാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. നമുക്കൊരു ഉദാഹരണമായിട്ട് നവി മുംബൈയിലെ താക്കൂർപാണ്ട എന്ന ഒരു സാധാരണക്കാർ താമസിക്കുന്ന ഒരു പ്രദേശത്തെ ഉദാഹരണമായി എടുക്കാം. ഇവിടുത്തെ ആളുകൾക്ക് ആഴ്ചയിൽ 1-2 തവണയാണ് മുനിസിപ്പൽ വെള്ളം ലഭിക്കുന്നത്. എന്നാൽ തൊട്ടടുത്തുള്ള ഭീമൻ ഹൈപ്പർ സ്കെയിൽ ഡേറ്റാ സെന്ററുകൾക്ക് പ്രതിദിനം ദശലക്ഷക്കണക്കിന് വെള്ളം 24 മണിക്കൂറും ഉറപ്പാക്കപ്പെടുന്നു. ഇതൊരു വലിയ സാമൂഹിക സാമ്പത്തിക വൈരുദ്ധ്യമല്ലേ? റിലയൻസും മെറ്റയും ചേർന്ന് ജാംനഗറിൽ നിർമ്മിക്കുന്ന പുതിയ 168 മെഗാവാട്ട് AI ഡേറ്റാ സെന്ററിൽ കടൽ വെള്ളം ശുദ്ധീകരിച്ച് ഉപയോഗിക്കുമെന്ന് പറയുന്നുണ്ട്. എന്നാൽ നല്ലൊരു കാര്യമൊക്കെ തന്നെയാണ്. എന്നാൽ രാജ്യത്തിന്റെ മറ്റ് പല ഭാഗങ്ങളിലായി പ്രത്യേക ശുദ്ധജലം കുറഞ്ഞ, വെള്ളം കുറഞ്ഞ പ്രദേശങ്ങളിൽ പ്രവർത്തിക്കുന്ന 270-ലധികം ഡേറ്റാ സെന്ററുകളുടെ അവസ്ഥ എന്താണ്? ഇന്ന് ടെക് ലോകത്ത് ആരും വൈദ്യുതിയെ കുറിച്ചല്ല സംസാരിക്കുന്നത്. പുതിയ മാനദണ്ഡം വാട്ടർ യൂസേജ് എഫക്റ്റീവ്നെസ് ആണ്. NVIDIAയുടെ ഒരു AI ചിപ്പുകൾ പ്രവർത്തിക്കുമ്പോൾ അത് വലിയ തോതിൽ ചൂടാകാറുണ്ട്. അവിടെ സാധാരണ എയർ കൂളിംഗ് പരാജയപ്പെടുന്നു. അവർക്ക് അപ്പോൾ ആവശ്യമായി വരുന്നത് ലിക്വിഡ് കൂളിംഗ് ആണ്. അതായത് ആഗോള നിർമ്മിത ബുദ്ധി പ്രവർത്തിക്കാനുള്ള കൂളന്റായി മാറുന്നത് ഇന്ത്യയിലെ ശുദ്ധജലമാണെന്നർത്ഥം. ഇതൊരു ആധുനിക കാലത്തെ സാങ്കേതിക അധിനിവേശമായി മാത്രമേ നമുക്ക് കാണാൻ സാധിക്കുകയുള്ളൂ. വിദേശ ടെക് ആവാസ വ്യവസ്ഥകൾക്ക് കരുത്തു പകരാൻ നമ്മുടെ പ്രകൃതി വിഭവങ്ങൾ ചൂഷണം ചെയ്യപ്പെടുന്നുണ്ടോ എന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്ന ഒരു മുഹൂർത്തത്തിലാണ് നമ്മൾ എന്നുള്ളത്. ഒരു ദീർഘവീക്ഷണത്തോടെ ഈ വിഷയത്തെ നമ്മൾ നോക്കിക്കണ്ടാൽ 2030 3 പ്രധാന കാര്യങ്ങളാണ് സംഭവിക്കാൻ പോകുന്നത്. 1, ജനകീയ പ്രതിഷേധങ്ങൾ. ഡേറ്റാ സെന്ററുകൾ പ്രാദേശിക ജലസ്രോതസ്സുകളെ വറ്റിക്കുന്നതിനെതിരെ അമേരിക്കയിലും യൂറോപ്പിലും ഒക്കെ പ്രതിഷേധങ്ങൾ ഉണ്ടായത് നമ്മൾ കണ്ടതാണ്. അധികം വൈകാതെ ഇന്ത്യയിലെ കാർഷിക നഗര സമൂഹങ്ങളും ഈ ടെക് പാർക്കുകൾക്കെതിരെ രംഗത്ത് വരാം. 2, കർശന നിയന്ത്രണങ്ങൾ. ലളിതമായ വൈദ്യുതി മാനദണ്ഡങ്ങളിൽ നിന്ന് മാറി കർശനമായ ജല ഉപഭോഗ പരിധികൾ കൊണ്ടുവരാൻ സർക്കാരുകൾ നിർബന്ധിതരാകാം. വെള്ളം ബാഷ്പീകരിക്കപ്പെടാത്ത സീറോ ലിക്വിഡ് ഡിസ്ചാർജ് സാങ്കേതിക വിദ്യകളിലേക്ക് മാറാൻ കമ്പനികൾക്ക് മേൽ സമ്മർദ്ദമുണ്ടാകാം. 3, ഫ്രൂഗൽ AI.
ഊർജവും ജലവും വലിച്ചെടുക്കുന്ന വമ്പൻ മോഡലുകളിൽ നിന്ന് മാറി കുറഞ്ഞ വിഭവങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് കാര്യക്ഷമമായി പ്രവർത്തിക്കുന്ന ചെറിയ ഫ്രുഗൽ AI മോഡലുകളിലേക്ക് ഇന്ത്യക്ക് മാറേണ്ടി വരും. ചുരുക്കത്തിൽ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് നമ്മുടെ ഭാവിയൊക്കെ തന്നെയാണ്, ശരിയാണ്. പക്ഷെ നമുക്ക് AI കുറിച്ച് ജീവിക്കാൻ കഴിയില്ല. നമ്മുടെ നദികൾ വറ്റുമ്പോൾ അമിത വേഗം പ്രവർത്തിക്കുന്ന ഒരു ChatGPTക്കും നമ്മളെ രക്ഷിക്കാൻ കഴിയില്ല. AI നൽകുന്ന സൗകര്യങ്ങൾക്കായി നമ്മുടെ ഏറ്റവും വിലയേറിയ പ്രകൃതി വിഭവങ്ങൾ നമ്മൾ ബലി കഴിക്കേണ്ടതുണ്ട്. ഡേറ്റാ സെന്ററുകൾ റീസൈക്കിൾ ചെയ്തോ ശുദ്ധീകരിച്ചതോ ആയ കടൽ വെള്ളം മാത്രമാണോ ഉപയോഗിക്കാവൂ? ഇതൊരു സർക്കാർ കർശന നിയമമായി കൊണ്ടുവരേണ്ടതുണ്ട്. ഈ വിഷയത്തിലുള്ള നിങ്ങളുടെ കാഴ്ചപ്പാടുകൾ താഴെ കമന്റ് ചെയ്യുക. ഇത്തരത്തിലുള്ള വിശകലനങ്ങൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. വീണ്ടും കാണാം. See you till then. Pretty host. Bye.